നമ്മളെ വീഡിയോ കാണുന്ന എല്ലാവർക്കും നമ്മളെ ഈ ഒരു ചാനലിലേക്ക് സ്വാഗതം. പുതിയതായിട്ട് കാണുന്ന എല്ലാവരും നമ്മളെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കല്ല്. അത് മാത്രമല്ല, എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇന്നിപ്പോൾ ഇടിയപ്പം തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. വെള്ളം ആദ്യം നല്ലതുപോലെ തന്നെ വെട്ടി തിളപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നേരത്തെ ഞാൻ ചെറിയൊരു ഷോർട്ട് വീഡിയോ കഴിഞ്ഞ ദിവസം ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോഴതിലെനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, ഇടിയപ്പം തയ്യാറാക്കി എടുക്കുമ്പോഴത്തേക്ക് അത് കറക്റ്റായിട്ടുള്ള ഒരു രീതിയിൽ ഒന്ന് പറഞ്ഞു കൊടുക്കണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, കൃത്യമായിട്ടൊക്കെ. അപ്പോഴും വെള്ളം ഞാൻ ഇതുപോലെ തിളപ്പിച്ചിട്ട് ഈ ഒരു ബേസനിലോട്ടാണ് ഇപ്പോഴും മാറ്റിയിരിക്കുന്നത്. 1/2 കിലോ മാവാണ് എടുത്തിരിക്കുന്നത്. ഇടിയപ്പത്തിൻ്റെ മാവ് തന്നെ എടുക്കാനായിട്ട് നോക്കണം. പിന്നെ നമ്മൾ ഇടിയപ്പത്തിന് മാവ് ഇതിൽ ചേർത്ത് കൊടുക്കുമ്പോൾ ഉപ്പുനീരാണ് ഞാനിപ്പോൾ ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ. ഉപ്പ് ഞാൻ കുറച്ച് കുപ്പിക്കകത്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ആ ഒരു ഉപ്പുനീരും എടുത്ത് പിന്നെ ഒരു 1.5 സ്പൂണ് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ചേർക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടിയപ്പത്തിന് നല്ല സോഫ്റ്റ് കണക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നല്ല മയം കിട്ടും കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ കല്ലിച്ചിരിക്കും. ഇത്തിരി തണുക്കുമ്പോൾ തന്നെ ഇടിയപ്പമൊക്കെ കല്ലിച്ചിരിക്കുമല്ലോ. അതെന്ന് പറയുമ്പോൾ നമ്മളിതുപോലെ വെളിച്ചെണ്ണയൊക്കെ ചേർത്ത് കൊടുക്കാതെയൊക്കെ തയ്യാറാക്കി എടുക്കുമ്പോഴാണ് അങ്ങനെ വരുന്നത്. അപ്പോഴും വെള്ളം നമ്മൾ ഇതുപോലെ ബാലൻസ് ഇരിക്കുന്ന വെള്ളവും കൂടെ ഇതിൻ്റെ കൂടെ തന്നെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു ചട്ടുകോ അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും നല്ല പിടിനീളമുള്ള എന്തെങ്കിലും ഒരു തവിയോ എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലെ തന്നെ നല്ല രീതിക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം കേട്ടോ. നല്ല തിളച്ച വെള്ളം ഒഴിക്കുമ്പോൾ അത്യാവശ്യം നല്ല ചൂടും പിന്നെ ഇതുപോലെ വെള്ളം തിളപ്പിച്ചൊഴിക്കുമ്പോഴത്തേക്ക് ആ മാവ് കറക്റ്റ് പരുവത്തിനൊന്ന് വെന്ത് കിട്ടുകയും ചെയ്യും. പിന്നെ ഇപ്പം നമ്മൾ ഇടിയപ്പത്തിന് വേണ്ടിയിട്ട് വെള്ളം വെട്ടി തിളപ്പിച്ചിട്ടാണല്ലോ ഈ ഒരു മാവ് നമ്മൾ നനച്ചെടുക്കുന്നത്. അപ്പോഴും ഇതേ രീതിക്ക് വേണം ഉരട്ടിക്ക് വേണ്ടിയിട്ട് നനച്ചെടുക്കാനായിട്ടുള്ളത് കേട്ടോ. ഒരുപാട് പേര് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അടുപ്പിൽ വെള്ളം വെച്ച് വെട്ടി തിളപ്പിച്ചിട്ട് അതിൻ്റെ കൂടെ തന്നെ മാവിട്ട് നനച്ചെടുക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ റെഡിയാക്കി എടുക്കുമ്പോഴത്തേക്ക് അത് കറക്റ്റ് ആ ഒരു ശരിയായ ഒരു പരുവത്തിന് നമുക്ക് കിട്ടിയിട്ടില്ല. പക്ഷേ നമ്മൾ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ വെള്ളം നല്ലതുപോലെ തിളപ്പിച്ചിട്ട് ഇങ്ങനെ ഒരു പാത്രത്തിലോട്ട് അങ്ങനെ മാറ്റിയിട്ടാണ് മാവ് നനച്ചെടുക്കുന്നത്. പിന്നെ നേരത്തെ നമ്മൾ ചട്ടുകം വെച്ചിട്ടാണ് ഇളക്കി എടുത്തുകൊണ്ടിരുന്നത്. ഇപ്പം ചട്ടുകം മാറ്റിയിട്ട് കൈ കൊണ്ട് നമ്മൾ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഇത്തിരി ഒന്ന് കൈ നല്ല ബലം കൊടുത്തിട്ട് നല്ലതുപോലെ പ്രസ് ചെയ്തിട്ട് വേണം ഈ ഒരു മാവ് നമ്മൾ തയ്യാറാക്കി എടുക്കാനായിട്ടുള്ളത്. എങ്കിൽ മാത്രമേ കറക്റ്റ് ആ ഒരു പരുവത്തിന് കിട്ടത്തുള്ളൂ കേട്ടോ. ഇപ്പോൾ ഉരട്ടിക്കാണെങ്കിലും ഇതുപോലെ തന്നെ നമ്മൾ പ്രസ് ചെയ്തിട്ട് വേണം നമ്മൾ മാവ് കറക്റ്റ് ആ ഒരു പരുവത്തിന് റെഡിയാക്കി എടുക്കാനായിട്ടുള്ളത്. ഉരട്ടി ഉണ്ടാക്കുന്നതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഉടനെ ഇടാം കേട്ടോ. ഞാൻ ഇതുവരെ ഉരട്ടി ഉണ്ടാക്കുന്നതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടില്ല എന്ന് തോന്നുന്നു കേട്ടോ, നേരത്തെ ഒന്നും. പിന്നെ നമ്മൾ ഇടിയപ്പത്തിന് വേണ്ടിയിട്ട് തട്ടിലോട്ട് ചുറ്റിച്ച് കൊടുക്കുന്നതിന് മുന്നേ തന്നെ തട്ടിൽ നമ്മൾ ചെറുതായിട്ടൊന്ന് വെളിച്ചെണ്ണ തടവി കൊടുക്കുന്നുണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടിയപ്പമൊക്കെ നമ്മൾ തയ്യാറാക്കിയൊക്കെ എടുത്തിട്ട് വേറൊരു പാത്രത്തിലോട്ട് നമ്മൾ തട്ടുമല്ല വെന്ത് കിട്ടിയതിന് ശേഷം അപ്പോൾ ഈ തട്ടിലൊക്കെ ഒന്ന് പറ്റി പിടിച്ചിരിക്കുന്ന കണ്ടിട്ടില്ലേ. അപ്പോൾ അങ്ങനെ ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇടിയപ്പത്തിൻ്റെ തട്ടിൽ നമ്മൾ വെളിച്ചെണ്ണ തടവിയതിന് ശേഷം തേങ്ങ ഇട്ടിട്ടാണ് മാവ് ചുറ്റിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇതേ രീതിക്ക് തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഞാനിവിടെ എങ്ങനെയാണ് ചെയ്യുന്നത്. പിന്നെ ഒരു ചേച്ചി എൻ്റെ അടുത്ത് ഇടിയപ്പം തയ്യാറാക്കി എടുക്കുന്നതിൻ്റെ പറ്റി എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ചെറിയൊരു ഷോർട്ട് വീഡിയോ ഇട്ടപ്പോൾ എനിക്ക് പറയാനായിട്ട് പറ്റിയിട്ടില്ലായിരുന്നു കേട്ടോ. അതും കൂടെ ഈ ഒരു വീഡിയോയുടെ കൂടെ ഞാൻ പറയാം. വെള്ളം വെട്ടി തിളപ്പിച്ചിട്ട് അതിൻ്റെ കൂടെ എത്ര മാവ് ഇടണമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അടുപ്പിൽ വെച്ചിട്ട് നമ്മളിപ്പോൾ വെള്ളം തിളപ്പിക്കാനായിട്ടൊക്കെ വെച്ചിട്ട് അതിൻ്റെ കൂടെ മാവ് ഇടുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വെള്ളം കൂടുതലായിട്ട് നിൽക്കും. നമ്മൾ ആവശ്യത്തിന് വീട്ടിലെ ആവശ്യത്തിന് വേണ്ടിയിട്ടായിരിക്കും ചിലപ്പോൾ നമ്മൾ മാവ് എടുക്കുന്നത്. വെള്ളം കൂടുതലായിട്ട് വരുമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മാവിട്ട് കൊടുക്കുമ്പോൾ മാവ് തികയാതെ വരും. പിന്നെ നമ്മൾ ചിലപ്പോൾ മാവിട്ട് കൊടുക്കേണ്ടി വരും. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഒരുപാട് മാവിൻ്റെ ആവശ്യം വരും കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു അളവ് എനിക്ക് പറഞ്ഞു തരാനായിട്ട് അറിയാത്തത് കൊണ്ടാണ് ഇപ്പം ഞാൻ വിചാരിച്ച് ഇങ്ങനെ പറഞ്ഞാൽ എൻ്റേതായിട്ടുള്ള ഒരു രീതിക്കാണ് ഈ ഒരു വീഡിയോയുടെ കൂടെ ഞാൻ പറയുന്നത്. വെള്ളം ആവശ്യത്തിന് നമ്മൾ തിളപ്പിച്ച് മാറ്റി വെച്ചിട്ട് നമ്മളിപ്പോൾ ആവശ്യത്തിനുള്ള മാവ് ഒരു പാത്രത്തിലിട്ട് അതിൽ കുറേശ്ശെ വെള്ളം ഒഴിച്ചെടുക്കുകയാണെങ്കിൽ അപ്പോഴും നമ്മളെ വീട്ടിലെ ആവശ്യത്തിന് വേണ്ടിയിട്ട് മാത്രം നമ്മൾ മാവെടുത്താൽ മതിയല്ലോ. വെള്ളം കൂടുതൽ നിന്ന് കഴിഞ്ഞാൽ അധികം മാവൊക്കെ ആയി പോകത്തില്ലേ. അപ്പോഴും ഇതേ രീതിക്ക് തന്നെ ഇടിയപ്പം തയ്യാറാക്കി എടുക്കാനായിട്ടൊക്കെ നോക്കുക. പിന്നെ ഇടിയപ്പത്തിന് വേണ്ടിയിട്ട് മുട്ടക്കറി തയ്യാറാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചട്ടി ചൂടായതിന് ശേഷമാണ് ഇതിൽ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് കടുക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ കറുകപ്പട്ട ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് മെയിനായിട്ട് നമ്മളിത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തേങ്ങാപ്പാലിലാണ് ഈ ഒരു മുട്ടക്കറി തയ്യാറാക്കി എടുക്കുന്നത്. പ്രത്യേകിച്ച് നല്ല ഒരു മണവും നല്ല ഒരു ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു മുട്ടക്കറിയും കൂടെ കണ്ടിട്ട് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പച്ചച്ചവ ഒന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ അടുത്ത ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുന്നത് ഒരു 3 മുളക് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എരിവില്ലാത്ത മുളക് ആയതിനെ കൊണ്ടാണ് 3 എണ്ണം ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പച്ച ചുവയൊക്കെ ഒന്ന് മാറി വന്നിട്ട് ഒരു തക്കാളി 3 സവോള കട്ട് ചെയ്തത് കുറച്ച് മല്ലിയില എടുത്തിട്ടുണ്ട്. മല്ലിയില ലാസ്റ്റ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ മുട്ടക്കറി തയ്യാറാക്കുന്നതിൻ്റെ ചെറിയൊരു ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ കൂടെ ഞാൻ ചേർത്തതെന്ന് വെച്ചാൽ ഒരുപാട് പേർക്ക് മനസ്സിലാവാതെയൊക്കെ കാണുമല്ലോ. ചിലപ്പോൾ നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ ഷോർട്ട് വീഡിയോയിൽ പറഞ്ഞും പെട്ടെന്ന് ഇങ്ങനെ സ്പീഡ് കൂട്ടിയിട്ടല്ലേ അതിലൊരു വീഡിയോ നമ്മൾ ഇടുന്നത്. അപ്പോൾ അത് മനസ്സിലാവാത്തതിനെ കൊണ്ടാണ് ഇതിൽ കൂടെ ഞാൻ ഇട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെയൊക്കെ കാണണമെന്നൊക്കെ ഞാൻ പറഞ്ഞത്.
അപ്പോൾ സവോള കട്ട് ചെയ്തത് 3 എണ്ണം, ഒരു തക്കാളി ഇതിൻ്റെ കൂടെ ചേർത്ത് കുറച്ച് ഉപ്പുനീരൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിനൊന്ന് അടച്ച് ആവിയിലൊന്ന് വേവിച്ചെടുക്കാനായിട്ടുണ്ട്. അപ്പോൾ നല്ലെണ്ണക്കൊന്ന് വെന്ത് കിട്ടും കേട്ടോ, വഴറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ തേങ്ങാപ്പാൽ ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. 1-ാം പാലാണ് എടുത്തിരിക്കുന്നത്. 2-ാം പാലും അങ്ങനെ ഒന്നും വേണ്ട കേട്ടോ. ആദ്യം നമ്മൾ എടുക്കുന്ന ആ ഒരു കട്ടിപ്പാൽ വരുമല്ലോ, അതിൻ്റെ ആവശ്യം മതിയേ. ഉള്ളി ഇപ്പോൾ അത്യാവശ്യം കുറച്ചൊക്കെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ഒന്നും കൂടെ ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ചേരുവയൊക്കെ ഒന്ന് കറക്റ്റ് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുന്നത്. എന്നിട്ട് ഇനിയിപ്പോൾ ഇതിനെ ഒന്നും കൂടെ ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ കറക്റ്റ് ആ ഒരു പരുവത്തിന് കിട്ടുമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഉള്ളിയും തക്കാളിയൊക്കെ നല്ലതുപോലെ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതേ പരുവത്തിന് വേണം വേവിച്ചെടുക്കാനായിട്ടുള്ളത്. എന്നിട്ട് വേണം ഇതിൽ മസാല അടുത്തത് ചേർത്ത് കൊടുക്കാനായിട്ടുള്ളത്. മുളക് പൊടി, മല്ലിപ്പൊടി ഒരേ അളവിൽ തന്നെയാണ് എടുക്കുന്നത്. അതേ അളവിൽ തന്നെയാണ് കറി മസാല പൊടിച്ചതും കൂടെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതെല്ലാം ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് തവി കൊണ്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ മസാലയൊക്കെ ഒന്ന് കറക്റ്റ് ആ ഒരു പരുവത്തിന് കിട്ടാൻ വേണ്ടിയിട്ടും അതിൻ്റെ ആ ഒരു പച്ച ചുവയൊക്കെ ഒന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നല്ലതുപോലെ തന്നെ ഉള്ളി വെന്ത് കിട്ടിയിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഇപ്പോൾ തേങ്ങാപ്പാലും മുട്ടയൊക്കെ ചേർക്കാതെ വേണമെങ്കിൽ ഈ ഒരു പരുവത്തിന് വേവിച്ചെടുത്തിട്ട് ഇപ്പോൾ അപ്പത്തിൻ്റെ കൂടെ ദോശയുടെ കൂടെയൊക്കെ വേണമെങ്കിൽ നമുക്ക് ഈ ഒരു കറി കഴിക്കാം. അപ്പോൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന തേങ്ങാപ്പാൽ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ മുട്ടക്കറി തയ്യാറാക്കുന്നതിനെ കൊണ്ടാണ് ഇതിലിപ്പോൾ ഞാൻ തേങ്ങാപ്പാൽ ചേർത്തിരിക്കുന്നത് കേട്ടോ. ഈ തേങ്ങാപ്പാൽ ചേർത്തെടുക്കുമ്പോഴത്തേക്ക് നല്ല ഒരു ടേസ്റ്റ്, നല്ല ഒരു മണമൊക്കെ കിട്ടും. അപ്പോൾ നല്ലതുപോലെ ഇതിനെ ഒന്ന് അടച്ച് വെച്ച് വേവിച്ച് കുറേ കൂടെ അങ്ങ് നല്ലതുപോലെ വറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതിനകത്ത് മുട്ട ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതിന് മുമ്പേ കുറച്ചും കൂടെ ഒന്ന് വറ്റിച്ചെടുക്കാനായിട്ടുണ്ട്. പിന്നെ നമ്മൾ ചാനൽ തുടങ്ങി അന്ന് മുതൽ ഇന്ന് വരെ നമ്മളെ കൂടെ നിൽക്കുന്ന എല്ലാവർക്കും അറിയാവുന്നതാണ്. പുതിയതായിട്ട് കാണുന്നവർക്ക് അറിയത്തില്ലായിരിക്കും. അതുകൊണ്ടാണ് ഇന്നിപ്പോൾ ഈ ഒരു കാര്യം പറയുന്നത്. പിന്നെ 1-2 കമൻറ്റ് ഞാൻ ഇടയ്ക്ക് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഏതോ വീഡിയോ ഒക്കെ കണ്ടിട്ട് വന്ന് കമൻറ്റ് ഇട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഫേസ് കാണിച്ച് വീഡിയോ ഇടുമെന്നൊക്കെ ചോദിച്ചിട്ട്. അങ്ങനെ ഒരു വീഡിയോ ഇടാനായിട്ട് എനിക്ക് താല്പര്യം ഇല്ലാഞ്ഞിട്ടാണ്. അല്ലാതെ എനിക്ക് വേറെ ഒന്നും നെഗറ്റീവായിട്ട് അങ്ങനെ ഒന്നും ചിന്തിച്ചിട്ട് ഒന്നും അല്ല കേട്ടോ. ഇങ്ങനെ ഇപ്പോൾ കുക്കിങ്ങിൻ്റെ വീഡിയോ ഇട്ട് പോകുന്നുണ്ടല്ലോ, അപ്പോൾ ഇതേ രീതിക്ക് എനിക്ക് പോകാനാണ് എനിക്ക് താല്പര്യം. അത് ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും അത് അംഗീകരിച്ചൊരു കാര്യമാണ്. നമ്മളെ സ്നേഹിക്കുന്ന എല്ലാവർക്കും അറിയാം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളും നമ്മളെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോവല്ലേ.